നമസ്തേ കൂട്ടുകാരെ. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആരെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്? നാമപദങ്ങൾ അല്ലേ, ഇവരെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നാമപദങ്ങള് നമ്മൾ 3 ഷെൽഫുകളിലാക്കിയിട്ട് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി. ഷെൽഫുകൾക്ക് പേരും കൊടുത്തു ഇല്ലേ? എന്തായിരുന്നു? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം അല്ലേ? പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസക ലിംഗ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അവയുടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഒക്കെ നമ്മൾ പഠിച്ചു. അവസാനത്തെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞത് നപുംസകലിംഗങ്ങളെ പറ്റിയിട്ട്. അവയിൽ നമ്മൾ ഒരു 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു അല്ലേ മാഷ്? ചെയ്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അവയിൽ ഒരാള് മാഷ് തന്നതില് ഒരാൾ കുറച്ച് പ്രശ്നക്കാരനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മാഷ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി മാഷ് തന്ന, നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. ഏതായിരുന്നു? ഇയാൾ ആരാണ്? ഗൃഹം അല്ലേ? ഗൃഹം എന്നുള്ളതില് നമ്മുടെ നിയമപ്രകാരം എന്താ വരേണ്ടത്? ഗൃഹാനി ആണ് വരേണ്ടത് അല്ലെ? മാഷ് നാൾ പറഞ്ഞത് എന്തൊക്കെയാന്ന് ഓർത്തെടുക്കുന്നില്ലേ? എവിടെയാണ് നീ വരേണ്ടത്, എവിടെയാണ് നീ വരേണ്ടത് എന്നൊക്കെ. അങ്ങനെ ആവുമ്പോ നീ ആണോ വരേണ്ടത്, നീ ആണോ വരേണ്ടത്? ഇവിടെ മാഷ് പറഞ്ഞത് കൃത്യമായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ നീ ആണ് വരേണ്ടത്. കാരണം അവിടെ ആരൊക്കെയില്ല, ഷ് ഇല്ല, ഗ് ഇല്ല അല്ലേ? ഇതുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യണ്ടോ? അവിടെ നകാരം ചേർക്കേണ്ടത്. എന്നാൽ ഗൃ എന്ന് പറയുമ്പോൾ ഗൃഹം അവിടെ റ് ആണ് വരുന്നത്. അപ്പൊ ഈ റിന്റെ ഉള്ളിൽ തന്നെ ഒരു രേഖം ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗൃഹാണി എന്നുള്ളത് ആണ് വരിക, ഗൃഹാണി അല്ല വരിക. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരെ പറ്റിയിട്ടായിരുന്നു? നാമപദങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവയൊക്കെ പോട്ടെ. ഇനി നമുക്ക് പുതിയ ആൾക്കാരെ പറ്റി പറയാം. അവയുടെ പേരാണ് ക്രിയാപദാനി, ക്രിയാപദങ്ങൾ. അപ്പൊ നമുക്ക് ശബ്ദങ്ങള് 2 രീതിയിലാണ് ഉള്ളത്. 2 അല്ല 3 രീതിയിലുണ്ട്. ഇപ്പൊ തൽക്കാലം 2 എന്ന് പറയാം. ഏതാണ്? നാമപദവും ക്രിയാപദവും. മനസ്സിലായല്ലേ? അപ്പോൾ നാമപദത്തെ നമ്മളവിടെ റെഡിയാക്കി വെച്ചു. ഇനി ക്രിയാപദങ്ങളെ എടുക്കാൻ പോകാം. ക്രിയാപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ക്രിയയെ, ക്രിയ പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണെന്ത്? ക്രിയാപദങ്ങൾ. ഇപ്പൊ നോക്കൂ, ഇവിടെ മഴ പെയ്യുന്നു അല്ലേ? അതൊരു ക്രിയയാണ്. അതേപോലെ മാഷ് പഠിപ്പിക്കുന്നു അല്ലേ? പഠിപ്പിക്കുന്നു ഒരു ക്രിയാപദമാണ്. അങ്ങനെ ഉള്ളവയാണ് എന്ത്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്. മഴ പെയ്യുക എന്ന് പറഞ്ഞ പ്രവൃത്തിയല്ലേ സൂചിപ്പിക്കുന്നത്? മഴ പെയ്യുന്നു. പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, ഇവയൊക്കെ എന്താ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവയൊക്കെ എന്താണ്? ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്, ക്രിയാപദങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്രിയാപദങ്ങളെ കുറച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ ബാക്കി ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് പഠിച്ചു തരാം. ക്ലിയറല്ലേ? അപ്പം ക്രിയാപദങ്ങള് നമുക്ക് ഓരോരോ ക്രിയ, അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട ചില ക്രിയാപദങ്ങളെ നോക്കാം. പഠിക്കുന്നു എന്നുള്ള ക്രിയയുടെ ക്രിയാപദം സംസ്കൃതം. പഠിക്കുന്നു എന്നുള്ളതിന്റെ സംസ്കൃതം എന്താണെന്ന് നോക്കാം. എന്താണ്? പഠതി, എഴുതുന്നു, ലിഖതി, പറയുന്നു, വദതി, ചിന്തിക്കുന്നു, സ്മരതി, ചിരിക്കുന്നു, ഹസതി. അപ്പം കുറച്ച് ക്രിയാപദങ്ങൾ. ഇപ്പം മാഷൊരു 5-6 എണ്ണം പറഞ്ഞില്ലേ? ഇവയ്ക്കൊക്കെ എന്താ ഒരു പ്രത്യേകത നോക്കിക്കൂ.
പഠതി, ലിഖതി, വദതി, സ്മരതി. മനസ്സിലായോ? മനസ്സിലായില്ലേ? മിടുക്കന്മാരാണ്. ഇപ്പോഴേക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കുള്ള ഇഷ്ടം. കാരണം മാഷ് എന്താണോ പറയാൻ വരുന്നത് അത് അപ്പം തന്നെ നിങ്ങൾ വിളിച്ചു പറയും. ഇത്രയും നല്ല കുട്ടികളെ വേറെ എവിടെയാ കിട്ടുകയല്ലേ? അപ്പൊ എന്താണ്? അത് തന്നെ അവസാനം എല്ലാത്തിനും എന്താണുള്ളത്? തീയാണ്. എന്താ ഉള്ളത്? തീയോ അല്ല, തീ. തീ എന്നുള്ള അക്ഷരമാണ് അവസാനമുള്ളത്. പഠതി, അവിടെ ഒരു തീ ഉണ്ട്. പിന്നെന്താ? ലിഖതി, അവിടെ അവസാനം തീയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലായിടത്തും എന്താണ്? തീ തീ തീയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഈ തീ തീ തീയിൽ അവസാനിക്കുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായി? പഠതി പഠിക്കുന്നു, ലിഖതി എഴുതുന്നു, വദതി പറയുന്നു, സ്മരതി ഓർക്കുന്നു, ഹസതി ചിരിക്കുന്നു. അല്ലെ? അപ്പൊ മലയാളത്തിൽ ഈ സംസ്കൃതത്തിൽ തീ 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 അവസാനിക്കുന്ന ക്രിയാപദങ്ങളെ മലയാളീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോ 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 എന്ന് പറഞ്ഞാൽ മതി. പഠിക്കുന്നു, അല്ലെ? എഴുതുന്നു, ചിന്തിക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ നോ 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 എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇവ ഏത് കാലത്തെ സൂചിപ്പിക്കുന്നതാണ്? കാലങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയില്ലേ? ഏതൊക്കെ കാലുണ്ട്? പ്രധാനമായിട്ട് 3 കാലാണ് അല്ലേ? അപ്രധാനമായിട്ട് വേറെ കാലങ്ങളുണ്ടോ? ചിലതൊക്കെ ഉണ്ട് അല്ലേ? അവിടെ നിൽക്കട്ടെ. പ്രധാനമായിട്ട് 3 കാലം ഏതാണ്? ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. അല്ലേ? ഇംഗ്ലീഷിലാവുമ്പം ഇതേപോലെ തന്നെയാണ്. ഇതിനൊക്കെ പിന്നെയും കുറെ വിഭജനങ്ങളുണ്ട് അല്ലേ? ഇല്ലേ? അതേപോലെ പല പല ഭാഷകൾക്കും പല പല രീതിയിലാണ്. അപ്പം പ്രധാനമായിട്ട് എല്ലാ ഭാഷയിലും എത്ര കാലമേ ഉള്ളൂ? 3 കാലമേ ഉള്ളൂ. അല്ലടോ? അല്ലേ? അതെ അല്ലേ? അപ്പൊ ഈ 3 കാലങ്ങളെ വെച്ചിട്ടാണ് ഇവിടെ ഫുൾ ഏർപ്പാട്. ഈ ക്രിയാപദങ്ങളെ കൊണ്ടുള്ള കളികൾ ഈ കാലങ്ങളെ വെച്ച് മാത്രമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ ഈ കാലങ്ങളെ വെച്ചിട്ടുള്ള മാത്രം. മാഷ് പറഞ്ഞു കാലങ്ങളെ വെച്ച് മാത്രമാണ്. മാത്രമാണോ? അതൊന്നും ചിന്തിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് അത് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. മാത്രമാണ് എന്നുള്ളത് അവിടെ കേൾക്കാം. നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ ഈ കാലങ്ങളെ വെച്ച് മാത്രം നമുക്കൊന്ന് നോക്കാം അല്ലേ? വേണ്ടടോ? അപ്പം എന്താണ് പറഞ്ഞത്? തീ തീ തീയിൽ അവസാനിക്കുന്നതിനെ മലയാളീകരിക്കുമ്പോ നോ നോ നൂൽ അവസാനിക്കുന്നു. ഈ നോ നോ നൂൽ അവസാനിക്കുന്ന മലയാള പദങ്ങൾ പഠിക്കുന്നു, എഴുതുന്നു, പറയുന്നു, പോകുന്നു, വരുന്നു. ഇതൊക്കെ നമ്മൾ വർത്തമാനകാലം എന്നാണ് പറയുന്നത്. ഏത് കാലം പറയാ? വർത്തമാനകാലം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം അല്ലേ? വർത്തമാനകാലം അല്ലേ? അങ്ങനല്ലേ പറയാ? അപ്പോൾ സംസ്കൃതത്തില് തീ തീ തീയിൽ അവസാനിക്കുന്നതൊക്കെ എന്താണ്? വർത്തമാനകാലമാണ് എന്ന് ഏകദേശം മനസ്സിലാക്കിയാൽ മതി. മുഴുവനായിട്ട് അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഇപ്പം നമുക്ക് പഠിക്കേണ്ടതൊക്കെ തീ തീയിൽ അവസാനിക്കുന്ന ക്രിയാപദങ്ങൾ വരികയാണെന്ന് വെച്ചാൽ അത് വർത്തമാനകാലമാണെന്ന് മനസ്സിലാക്കിക്കോളണേ. മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതവിടെ മനസ്സിലാക്കി നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ തയ്യാറാണോ? എന്നാൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. ടെക്സ്റ്റ് എടുത്തില്ലേ? 12ാമത്തെ പേജ്, പേജ് നമ്പർ 12. കണ്ടില്ലേ? 12 എന്ന് എഴുതി കാണില്ല. 11ാമത്തെ പേജിൽ 11 കഴിഞ്ഞ് അടുത്ത പേജാണ് 12. ആ 12ാമത്തെ പേജില് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞ പ്രവർത്തനത്തിന്റെ അടിയിലുള്ള പ്രവർത്തനം എന്താണ്? ചിത്രാണി ദൃഷ്ട്വാ വാക്യാനി വദതു. ചിത്രാണി ചിത്രങ്ങൾ, ദൃഷ്ട്വാ നോക്കിയിട്ട്, വാക്യാനി വാക്യങ്ങൾ, വദതു പറയൂ, വദതു പറയൂ. ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാക്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത്. തത് കഥം, അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ?
നോക്കുക, ചിത്രം നോക്കൂ. നോക്കിയില്ലേ? ആദ്യത്തെ ചിത്രം എന്താ? ദാ വന്നിട്ടുണ്ട്. എന്താണ്? ബാലികാ പഠതി. മാഷ് അർത്ഥം പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? അത് തന്നെ, പെൺകുട്ടി പഠിക്കുന്നു. അടുത്തത് ബാലകഃ ലിഖതി. അത് തന്നെ, ഞാൻ പറയില്ല, മിണ്ടില്ല, അതന്നെ. അടുത്ത ചിത്രം എന്താണ്? നോക്കി നോക്കൂ. എന്താണ് ചിത്രം? എന്താ ചിത്രം? അടുത്ത ചിത്രം മഹിള നൃത്യതി. മഹിള ആരാണ്? പഠിച്ചതാണ്. നൃത്യതി ചിത്രം കണ്ടാ മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കി നോക്കൂ. എന്താണ്? ശുനകഃ ഭക്ഷതി. മനസ്സിലായില്ലേ? ഭക്ഷതി ച ശുനകോ. മനസ്സിലായില്ലേ? മധ്യേ മധ്യേ ഭക്ഷതി ച ശുനകഃ. അവിടെ എന്താ? ശുനകഃ ഭക്ഷതി ഒന്നില്ലേ? ഭക്ഷതി ശുനകഃ എന്നുള്ളത് തിരിച്ചിട്ടു. ശുനകഃ ഭക്ഷതി. മനസ്സിലായില്ലേ? പിന്നെന്താ? ശശകഃ ധാവതി. അതും നമ്മളെ പദ്യത്തിലുണ്ട് അല്ലേ? ഏതാ ഭാഗം? അത് തന്നെ. അപ്പം നിങ്ങൾക്ക് പദ്യമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ? മിടുക്കന്മാരാണ്. അപ്പം അതും മനസ്സിലായി. അടുത്തത് ആരാണ്? ആരാണ്? മൈക്കൊക്കെ കൈ പിടിച്ച്. അതന്നെ, അയാളെ പറയുന്ന പേരാണ് ഗായകഃ. സഹ കിം കരോതി. അയാൾ എന്താ ചെയ്യുന്നത്? ഗായകൻ ഗായതി. ഉത്തമം. സൂനം വികസതി. അല്ലേ? പൂവ് വികസതി. അറിയാലോ അല്ലേ? പിന്നെന്താണ്? പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാലകവിതാം പഠിത്വാ ചിത്രാനുസാരം പൂരയതു. അത് നമുക്കുള്ള പണിയാണ് അല്ലേ? അപ്പൊ അത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മാഷ് പറഞ്ഞുതരാം. ഉത്തരം മാഷ് പറഞ്ഞു തരില്ല. ഉത്തരം പറഞ്ഞു തരുന്ന പരിപാടിയില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ചിത്രം എന്താണ്? ആരാണ് ആള്? ഇയാളുടെ പേരുമ്പൊക്കെ അറിയാലോ. ആരാണ്? അയാൾ തന്നെ. പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞ ആൾ തന്നെ. മാഷിപ്പോ പറയുന്ന വിചാരിച്ചിരിക്കുക അല്ലെ? പറയില്ല. അപ്പൊ ഇയാൾ ആരാണ്? അയാൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമ്മളെ കവിതയിലെ ആ വരി ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. എന്താണ്? ല്ലേ? അല്ലേ? അല്ലേടോ? ഇപ്പൊ കുർദേ, അവിടെ തീയല്ല തയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കുർദേ ആരാണ്? അറിയാലോ. അത് എഴുതിയാ മതി. ഇയാളുടെ പേരും കുർദേ. അടുത്ത ചിത്രം നോക്കൂ. ഇയാളുടെ പേരെന്താന്നറിയാം. പാട്ട് നോക്കി നോക്കൂ. എന്താണ്? ഹരിണോ ധാവത്യതിരുചിരം ഭോ. അത് പിരിച്ചാൽ ഹരിണഃ ധാവതി അതിരുചിരം ഭോഹോ എന്ന് കിട്ടും അല്ലേ? അപ്പം തീരെ അവസാനിക്കുന്നത് അവിടെ. അതുകൊണ്ട് മാഷ് എടുത്ത് പറയുന്നില്ല. പേരും ഇതും വെച്ചാൽ മതി അല്ലേ? അടുത്തത് നോക്കി നോക്കൂ. അടുത്തത് ആരാണ്? ആരാണ് പാട്ട് പാടുന്നത്? അയാളെ പറയുന്ന പേരറിയാലോ. അത് തന്നെ. പാട്ട് പാടുന്നതിന് എന്താ പറയാന്ന് അറിയാം അല്ലേ? നേരത്തെ ഗായകൻ ചെയ്തതല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇയാളറിയാലോ. ആരാ? അതന്നെ. എന്താ ചെയ്യുന്നത്? പോകുകയാണ്. എങ്ങനെയാണ്? എന്താണ്? ഗച്ഛതി ശനകൈഹി കച്ഛപ പോതഃ എന്നാണ്. അപ്പം ഗച്ഛതി ശനകൈഹി കച്ഛപ പോതഃ. ഗച്ഛതി പോകുന്നു, ശനകൈഹി മെല്ലെ, കച്ഛപ പോതഃ. അപ്പം ക്രിയാപദം തീയിൽ അവസാനിക്കുന്നത് എവിടെയാ വെക്കേണ്ടത് അറിയാലോ. ആദ്യം എന്താ വെക്കേണ്ടത്? ഈ സാധനത്തിന്റെ പേര്, അത് നമുക്കറിയാം. പിന്നെ ചെയ്യുന്ന ക്രിയ ആ തീയിൽ അവസാനിക്കുന്നത് എന്താണ് അറിയാലോ. എടുത്തെഴുതുക. അടുത്തത് ആരാണ്? ഇഷ്ടമുള്ള ആളല്ലേ നമുക്ക് എല്ലാവർക്കും. ആരാണ്? ഇയാൾ തന്നെ. ആരാ? മാട്ട് പറയില്ലേ പേരൊന്നും. പേരൊക്കെ നിങ്ങൾക്കറിയാം. എന്താ ചെയ്യുന്നത്?
തുമ്പിക്കൈ ഉയർത്തുകയാണ് അല്ലെ. അപ്പൊ തുമ്പിക്കൈ എന്നുള്ളതിന് ചുണ്ടാം അല്ലെ. പിന്നെ എന്താണ് ഉയർത്തുക എന്നുള്ളത് എന്താ? എന്തായിരുന്നു പാട്ടിന്റെ വാക്ക് എന്തായിരുന്നു? പ്രസരതി ചുണ്ടാം കളഭസുവീരോ. അപ്പം ആളെ പേര് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ എന്താ ചെയ്യുന്നത്? ചുണ്ടാം ക്രിയ തീയിൽ അവസാനിക്കുന്നത്. പ്രസരതി ചുണ്ടാം കളഭസുവീരോ എന്നുള്ളടത്ത് തീയിൽ അവസാനിക്കുന്ന ഏതാ അതെടുത്ത് എഴുതുക. ആദ്യം ആളെ പേര് എഴുതുക, പിന്നെ തുമ്പിക്കൈ ചുണ്ടാം എഴുതുക, പിന്നെ ചെയ്യുന്ന ക്രിയ ഏതാണ്? തീയിൽ അവസാനിക്കുന്നത്. പ്രസരതി ചുണ്ടാം കളഭസുവീരോ എന്നുള്ളത് തീയിൽ അവസാനിക്കുന്ന ഏതാ അതും എടുത്ത് എഴുതുക. എളുപ്പല്ലേ? ചെയ്യില്ലേ? ചെയ്യണം. അടുത്ത ചിത്രം എന്താണ്? നോക്കൂ. ആരാണ്? നമുക്കറിയുന്ന ആളാണ് അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ആളാണ്. എന്താ പറയാന്ന് നിങ്ങൾക്കറിയാം? എന്താ ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കുന്ന. ആ ശബ്ദം ഉണ്ടാകുന്ന എന്താ? കവിതയുടെ ഭാഗം നോക്കാം. മീവതി മ്യാവോ മാർജാരോപി. ഇവിടെ തീയിൽ അവസാനിക്കുന്നതാണ് അയാൾ ചെയ്യുന്ന ക്രിയ അല്ലെ. അതെടുത്ത് എഴുതുക. ആളെ പേര് എഴുതുക. ആദ്യം ആളെ പേര് എഴുതുക, പിന്നെ തീയിൽ അവസാനിക്കുന്ന എടുത്ത് എഴുതുക. അടുത്ത എന്താണ്? ഈ ചിത്രം നോക്കൂ. ഈ ചിത്രം നമ്മള് പഠിച്ചിട്ടില്ലല്ലോ. എന്താ ചെയ്യാ? കവിതയിലുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യാ? ഇത് നമ്മളെ പറ്റിക്കാൻ തന്നല്ലേ. വിട്ടുകൊടുക്കരുത് കേട്ടോ. നമ്മള് വിട്ടുകൊടുക്കോ? തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്തിരിക്കും. എങ്ങനെ? ശബ്ദകോശം ശബ്ദകോശം എടുക്കോ. അതില് എന്താണ്? ഭ്രമരഹയാണ്. ഭ്രമരഹ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. എന്താണ്? എന്താ? വണ്ട് എന്താ ചെയ്യ? മൂളുക അല്ലെങ്കിൽ മുരളുക അല്ലെ. ഈ മുരളുക എന്നുള്ളത് ഈ ശബ്ദകോശത്തിൽ ഉണ്ടോ? വേഗം നോക്കൂ. ആരാ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കട്ടെ. വട്ടെ ഉണ്ട് അല്ലേ. ഒന്ന് ഉറക്കെ വായിക്കൂ. എന്താണത്? ഗുഞ്ചതി അല്ലേ. കിട്ടിയില്ലേ? അപ്പൊ എഴുതാം. ആളെ പേരറിയാം, ക്രിയയും അറിയാം. നമ്മളെ പറ്റിക്കുന്നു. എഴുതി കൊടുക്കണേ. എന്നിട്ട് മിടുക്കന്മാരായിട്ട് ഇപ്പൊ തന്നെ ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തേക്ക്. തയ്യാറല്ലേ? നമ്മളെ പറ്റിക്കാൻ നിൽക്കുന്നു അല്ലേ. അപ്പം ഈ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഈ പാഠത്തിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അടുത്ത പാഠത്തിൽ നമുക്ക് ഇതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ സംസ്കൃതത്തിൽ മനസ്സിലാക്കാം. നമുക്ക് കാണാം. നിങ്ങൾ എന്നെ കാത്തു നിൽക്കില്ലേ? അപ്പം എല്ലാവർക്കും നമസ്കാരം. പുനർമിലാമഹ.